1 into 2 plus 2 into 3 plus 3 into 4 plus 4 into 5 plus etc. നമ്മൾ ചെയ്തതൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെയാണ്. അല്ല, ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് Sn is equal to 1 into 2. ഇത് വേറൊരു നൊട്ടേഷനാണ്. പലപ്പോഴും നമ്മുടെ പ്രിന്റിംഗ് മെറ്റീരിയൽസിലൊക്കെ ഇങ്ങനത്തെ ഒരു നൊട്ടേഷൻ ആയിരിക്കും വരിക. ഇൻറ്റുവിന് പകരം ഡോട്ട് ഇട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മൾ 1.2 നല്ല വായിക്കണ്ടേ. 1 into 2 പ്ലസ് 2 into 3 പ്ലസ് 3 into 4 പ്ലസ് എക്സെട്ര. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ തന്നെ നമ്മൾ Sn എന്ന് എഴുതി. ഓക്കെ, ദെൻ നമുക്കിതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ലെറ്റ് us call it as T1 plus T2 second term plus third term plus etc. plus n terms ആയതുകൊണ്ട് ലാസ്റ്റ് Tn എന്ന് വിളിക്കാം. വേറെ T1 എന്ന് പറഞ്ഞാൽ 1 into 2, T2 means 2 into 3, T3 means 3 into 4 etc. ലാസ്റ്റ് Tn is equal to, അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം. Tn കണ്ടുപിടിക്കണം. നിൽക്കട്ടെ, ഇതിനെ നമുക്ക് സിഗ്മ Tn എന്ന് വിളിക്കാം. കാരണം നമ്മൾ T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് എക്സെട്ര പ്ലസ് Tn സിഗ്മ Tn എന്നാണല്ലോ വിളിക്കുന്നത്. ഇനി Tn അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതിന് Tn എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഈ Tn നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. T1 ആണെങ്കിൽ 1 into 2 ആണ്. T2 ആണ് വരുന്നതെങ്കിൽ 2 into 3 വരും. T3 ആണെങ്കിൽ 3 into 4 വരും. അപ്പൊ ഇവിടെ 1 വന്നാൽ 1 into 2, 2 വന്നാൽ 2 into 3, 3 വന്നാൽ 3 into 4. അപ്പൊ n വന്നാലോ? യെസ്, n into it is n into n plus 1. ഇവിടെ 1 ആണെങ്കിൽ 1 കഴിഞ്ഞാൽ 1 കൂടുതൽ, 2 ആണെങ്കിൽ 1 കൂടെ കൂടുതൽ, 3 ആണെങ്കിൽ 1 കൂടുതൽ, അപ്പൊ n ആണെങ്കിൽ n plus 1. So we can replace that. That is sigma n into n plus 1. Right? Okay. നമ്മൾ ആ Tn ന്റെ വാല്യൂ ഇവിടെ substitute ചെയ്തു. So that's equal to sigma. Let us expand this. N into n is n square plus n into 1 is n. Right? Okay. നമുക്ക് ഓരോന്നിനും സം കൊടുക്കാം. That is sigma n square plus sigma n. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ അങ്ങ് വിചാരിച്ചാൽ മതി. അതേ ആപ്ലിക്കേഷൻ തന്നെയാണ്. n സ്ക്വയർ പ്ലസ് n കൂട്ടുന്നതിന് പകരം n സ്ക്വയർ കൂട്ടിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ n കൂടെ കൂട്ടുന്നു. അതായത് ഈ ബ്രാക്കറ്റ് ഇങ്ങനെ സിഗ്മ n സ്ക്വയർ പ്ലസ് സിഗ്മ n. ഓക്കെ ഓക്കെ മക്കളെ, ഇതിന് ഈ സിഗ്മ n സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം അല്ലേ? n into n plus 1 into 2n plus 1 divided by 6 plus sigma n is n into n plus 1 divided by 2. Right? Yeah. So n into n plus 1 into 2n plus 1 by 6. ഇവിടെ n into n plus 1 by 2 ഉണ്ട്. അപ്പോൾ അതിൽ n into n plus 1 by 2 നമുക്ക് പുറത്തെടുക്കാം, കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ n into n plus 1 ഉണ്ട്, ഇവിടെ n into n plus 1 ഉണ്ട്, അത് പോകുന്നു. ഡിനോമിനേറ്ററിൽ ഇവിടെ 6നെ 2 into 3 എന്ന് എഴുതാം, ഇത് 2 ഉണ്ടല്ലോ. So 2n plus 1 divided by 3, 2n plus 1 by 3 plus 1. Okay? So that's equal to n into n plus 1 divided by 2 into, let us expand this, simplify. That is 2n plus 1 plus cross ചെയ്യുമ്പോൾ ഈ 3 ഇങ്ങോട്ട് വരും, 3 divided by 3. Right? Yeah. That's equal to, നമുക്ക് 3 ഇങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്യാം. That is n into n plus 1 divided by 2 അവിടെ ഉണ്ട്. ഇതിനെ നമുക്ക് 2n 1 plus 3 is 4 plus 4 divided by 3. That is n into n plus 1 divided by 2 into, ഒരു 2 ഇങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ 2n ന്ന് 2 പോന്നാൽ പിന്നെ n ഉണ്ട്, 4 ന്ന് 2 പോന്നാൽ പിന്നെ 2 ഉണ്ട്, divided by 3. ഇത് രണ്ടും കട്ടാവും. That is n into n plus 1 into n plus 2 over 3. Right? So that's the answer. അപ്പോൾ മക്കളെ നോക്കിക്കേ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതായിരുന്നു 1 into 2 plus 2 into 3 plus etc plus അങ്ങനെ പോകുന്ന ഒരു സീക്വൻസിന്റെ n ടേംസ് കൂട്ടിയാൽ എന്ത് കിട്ടുമെന്നായിരുന്നു ചോദ്യം.
അപ്പൊ നമുക്കൊരു 10 ടേംസ് കൂട്ടണമെങ്കിൽ 1 into 2 plus 2 into 3 plus etc plus 10 into 11. അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുന്നതിന് പകരം ഇവിടെ ഈ ഫോർമുലയ്ക്കകത്ത് ഇതിന് പകരം 10 എന്നൊക്കെ കൊടുത്താൽ മതി, നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. അപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. 1 into 2 plus 2 into 3 plus 3 into 4 ഇത്രയും കൂട്ടണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പ്ലസ് ഇത് 2 into 3 6 പ്ലസ് 3 into 4 12 ഒരു ടൈം കൂടെ ആയിക്കോട്ടെ 4 into 5 so 12 plus 20 that's equal to 2 plus 6 8 8 plus 12 plus 20 അപ്പോൾ 12 plus 8 20 20 plus 20 14. ഇത് 1 2 3 4 ടൈം കൂട്ടിയപ്പോഴാണ്. അതിന് പകരം നമ്മൾ ഈ ഫോർമുലയ്ക്ക് അത് 4 കൊടുത്തത് അതിന് പകരം അപ്പോൾ 4 into 5 into 6 divided by 3 2 വരും. നമുക്ക് നേരിട്ട് 4 into 5 20 20 into 2 40 കണ്ടോ. അപ്പൊ നമ്മൾ ഇത്രയും സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതിന് പകരം നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. ഇതിപ്പം നമ്മൾ 4 ടേമേ എടുത്തിട്ടുള്ളൂ. നമുക്കറിയാം ഒരു 10 ടേമൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ 10 ടേമിന്റെ സം നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാം. എൻ്റെ പകരം 10 കൊടുത്താൽ മതി. 10 into 11 into 12 ഡിവൈഡഡ് ബൈ 3 ഇത് കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പോൾ 11 into 4 44 440 ആയിരിക്കും ഇതിന്റെ ആൻസർ. നമ്മളിത് സാധാരണഗതിയിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 10 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 10 ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇത് കൂട്ടണം. കൂട്ടിയാലും ഇത് ശരിയാവും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല അല്ലെ. പക്ഷെ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ദി ബ്യൂട്ടി ഓഫ് മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഈ സം ടു സ്പെഷ്യൽ സീക്വൻസുകളുടെ ചില പർട്ടിക്കുലർ പ്രോബ്ലംസിന്റെ ചില പ്രത്യേകതകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഈസ് എ സിമിലർ വൺ. Find the sum to n terms of 1 into 2 into 3 plus 2 into 3 into 4 plus 3 into 4 into 5. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനെ നമുക്ക് ആസ് യൂഷ്വൽ തന്നെ മെത്തേഡ് സെയിം തന്നെ, ദാറ്റ് ഈസ് കോൾ ഇറ്റ് ആസ് എ സൺ 1 into 2 into 3. അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് 1 dot 2 dot 3 plus 2 into 3 into 4 plus 3 into 4 into 5 plus etc. n ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. സോ ഫസ്റ്റ് ടേം പ്ലസ് t2 പ്ലസ് t3 പ്ലസ് എക്സെട്ര n ടേംസ് ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് tn എന്ന് വിളിക്കും. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ tn എന്ന് വിളിക്കും. സെയിം മെത്തേഡ് തന്നെ. t1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 into 2 into 3 ആണ്. t2 is equal to 2 into 3 into 4 ആകും. അപ്പോൾ t3 ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പിന്നെ 4 പിന്നെ 5 ഇങ്ങനെ ഇങ്ങ് പോയാൽ നമുക്കറിയാം tn വരുന്നത് എങ്ങനെയായിരിക്കും. t1 ആണെങ്കിൽ 1 സ്റ്റാർട്ട് ചെയ്യും, t2 ആണെങ്കിൽ 2 വരും, t3 ആണെങ്കിൽ 3 വരും. അപ്പൊ tn ആണെങ്കിൽ അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ n വരും അല്ലെ. പിന്നെ അതിനെ കഴിഞ്ഞാൽ 1 കൂടുതലാണ്, പിന്നെ 1 കൂടെ കൂടുതലാണ്. അപ്പൊ ഇതായിരിക്കും അതിന്റെ എൻഡ് ടൈം. ഇത് നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ നേരിട്ട് അങ്ങനെ എഴുതുന്നത്. അല്ല എങ്കിൽ നമ്മൾ അതിന്റെ ഫോർമുലയൊക്കെ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് നമുക്ക് വേറെ മെത്തേഡുകളുണ്ട്. അത് നമുക്ക് അതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ. ഇനി tn പകരം നമുക്ക് ഈ വാല്യൂ കൊടുക്കാം n into n plus 1 into n plus 2, റൈറ്റ്? യാ, ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ. നമുക്ക് n into n is n സ്ക്വയർ എന്ന് വിളിക്കാം പ്ലസ് n into n plus 2, റൈറ്റ്? യാ, ഒന്നുകൂടെ നമുക്ക് അതങ്ങ് എക്സ്പാൻഡ് ചെയ്യാം. n സ്ക്വയർ into n that is n ക്യൂബ് പ്ലസ് 2n സ്ക്വയർ പ്ലസ് n into n is n സ്ക്വയർ പ്ലസ് 3n, റൈറ്റ്? യെസ്, that's equal to സിഗ്മ. നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. n ക്യൂബ് പ്ലസ് 2n സ്ക്വയറോ n സ്ക്വയറോ കൂടെ കൂട്ടുമ്പോൾ 3n സ്ക്വയർ വരും പ്ലസ് 3n, റൈറ്റ്? ഇനി നമുക്ക് ഓരോന്നിനും സിഗ്മ കൊടുക്കാം. സോ ദാറ്റ് ഈസ് സിഗ്മ n ക്യൂബ് പ്ലസ് സിഗ്മ 3n സ്ക്വയർ പ്ലസ് സിഗ്മ 3n. ഓക്കെ,
So that is sigma n cube plus 3 into sigma n square plus 3 into sigma n. Okay, നമ്മൾ ഈ കോൺസ്റ്റന്റ് പുറത്തെടുക്കും. സിഗ്മ എൻ ക്യൂബിന്റെ ഫോർമുല നമുക്കുണ്ടല്ലോ, n into n plus 1/2 എന്നല്ല, ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, പ്ലസ് 3 into n സ്ക്വയറിന്റെ സിഗ്മ n സ്ക്വയറിന്റെ ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. n into n plus 1 into 2n plus 1 divided by 6 plus 3 into സിഗ്മ n ന്റെ ഫോർമുല നമുക്ക് അറിയാം, n into n plus 1 divided by 2 ആണ്. നമ്മൾ നേരിട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഈ 3ഉം 2ഉം 6ഉം കൂടെ വെട്ടി നമുക്ക് 2 എഴുതാം. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എല്ലാത്തിനകത്തും ഒരു n into n plus 1/2 എന്നുള്ളത് കോമൺ ആണ് അല്ലേ. n ഉണ്ട്, n plus 1/2 ഉണ്ട്, n into n plus 1/2 ഉണ്ട്, n into n plus 1/2 ഉണ്ട്. അപ്പൊ കോമൺ ടേമിങ് പുറത്തെടുക്കും. പിന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു n into n plus 1/2 കൂടെ മിച്ചമുണ്ട് അല്ലേ, ഉണ്ട്. പ്ലസ്, കാരണം അതിന് സ്ക്വയർ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണമാണ് മിച്ചം വരുന്നത്. n into n plus 1/2 പോകുന്ന പിന്നെ അവിടെ 2n plus 1 ഉള്ളൂ. ഇവിടെ വരുമ്പോൾ n into n plus 1/2 പോകുന്ന പിന്നെ 3 ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n into n plus 1 divided by 2 times n into n plus 1/2 പ്ലസ് ഇത് നമുക്ക് 2n പ്ലസ് ഇത് 1 plus 3 4 എന്ന് ഒരുമിച്ച് എഴുതാം. ഓക്കെ, so that's equal to n into n plus 1 over 2 times ക്രോസ് ചെയ്യാം n into n plus 1 plus ഈ 2 കൊണ്ടങ്ങ് ക്രോസ് ചെയ്ത് 2 into 2n plus 4 divided by 2. Okay, that is equal to n into n plus 1 divided by 2. ബ്രാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. n square plus n plus 2 into 2n is 4n plus 2 into 4 is 8 divided by 2, right? So that's equal to n into n plus 1 divided by 2 into നമുക്ക് n square plus 5n plus 8 എന്ന് എഴുതാം divided by 2. ഓക്കെ, ഇവിടെ നമ്മൾ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് n സ്ക്വയർ ഇൻറ്റു n ഈസ് n ക്യൂബ് പ്ലസ് n സ്ക്വയർ ഇൻറ്റു n 2n സ്ക്വയർ പ്ലസ് n ഇൻറ്റു n n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 2n എന്നാണ്. അത് നമ്മൾ എഴുതി വന്നപ്പോൾ നമ്മൾ 3n എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ട്. അത് 2n എന്നാക്കി മാറ്റണം. 2n ഇവിടെയും നമ്മൾ 2n, ഇവിടെ അത് 2n ആവും. അത് മിസ്റ്റേക്കാണ്, അത് എന്തോ പറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് നിങ്ങളത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാം അത് 2n ആക്കിയാൽ മതി, അപ്പോൾ അത് കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ നമുക്ക് 3n 3 ഭാരത് ഇവിടെയും 2 വരും, ഇവിടെയും 2 വരും. അപ്പോൾ ഇത് 2n plus 1 plus 2 എന്നുള്ളത് 3 എന്നാവും. അത് ഇത് 3 എന്നാക്കണം. അപ്പൊ ഇത് 2 into 2n plus 3 എന്നാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 8 എന്നല്ല വരുന്ന, അത് 6 എന്നാവും. 2 into 3 6 എന്നാവും. അപ്പോ ഇത് 8ന് പകരം 6 ആവും. അപ്പൊ ഞാൻ ആ സ്റ്റെപ്പ് ഒന്നും കൂടെ എഴുതാം. n into n plus 1 divided by 2 into n square plus 5n plus 6 എന്ന് വരും. ഓക്കെ, divided by 2 ഉണ്ട്. ഓക്കെ, so that is equal to n into n plus 1 divided by 2 into 2 നമുക്ക് വേണമെങ്കിൽ 4 എന്ന് എഴുതാം. ഇനി ഇത് നമുക്ക് അറിയാമല്ലോ, ഫാക്ടറൈസ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണം, പ്രോഡക്റ്റ് 6 കിട്ടണം, സമ്മ് 5 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തില്ല. 1 into 6 ആകാം, 2 into 3 ആകാം, 3 into 2, 6 into 1, അതേ ഉള്ളൂ പോസിബിലിറ്റീസ് ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനകത്ത് കൂട്ടുമ്പോൾ 5 കിട്ടുന്നത് 2ഉം 3 ആണ്. അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. n plus 2 into
n പ്ലസ് 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ n സ്ക്വയർ പ്ലസ് കൂട്ടുമ്പോൾ 5n ആയി, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് ദാറ്റ് ഇസ് ദ ആൻസർ. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളൂ. സോ ദാറ്റ് ഇസ് ദ ആൻസർ. n ഇൻറ്റു ഒരുമിച്ച് എഴുതാം, n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 3 ഓവർ 4. സോ ദാറ്റ്സ് ആൻസർ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് പറ്റി, അത് ശ്രദ്ധിച്ചോണം. മിസ്റ്റേക്ക് ഞാൻ കറക്റ്റ് ചെയ്തൊന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തപ്പം 2 ടേം ആയിരുന്നു, 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4 അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2/3 എന്നായിരുന്നു. ഇവിടെ ഒരു ടേമും കൂടെ വന്നു, അപ്പോൾ ഇവിടെ ഒരു ടേമും കൂടെ നമുക്ക് ഇവിടെ കൂടി, ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 എന്ന്. ഓക്കെ മക്കളെ, മനസ്സിലായോ? അപ്പോൾ ഇത് ഈ 2 പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, here is the next question, question number 76. Find the sum to n times of 3 into 8 plus 6 into 11 plus 9 into 14 plus etc. Method is the same. Let us take it as Sn. Sn is equal to 3 into 8 plus നമ്മൾ 3 into 8നെ നമുക്ക് അങ്ങനെ എഴുതാം. അത് അതർവൈസ് നമ്മൾ ഇപ്പോൾ നമ്മൾ കാണാത്ത ഒരു സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ 3.2 ആ ഒരു ഫോർമുല എഴുതി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പോയേക്കാം. അങ്ങനെ വന്നാലും നിങ്ങൾ ഇങ്ങനെ തന്നെ വായിക്കണം. 3 into 8 plus 6 into 11 plus 9 into 14 plus etc. Okay, so let us call it as T1 plus T2 plus T3 plus etc. Last term is, as we have to find the value of sum to n terms of this sequence, so the last term should be Tn, and we can rewrite it as sigma Tn. Okay, method is the same, that is Sn. Okay, now what is T1? T1 is nothing but 3 into 8. T2 is 6 into 11. T3 is 9 into 14 and so on. So we have to find Tn. Here 3, then 6, then 9 and so on. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമുകൾ ഇങ്ങനെയാണ് 3, 6, 9 എക്സെട്ര. അപ്പോൾ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റി എഴുതാം. അതായത് 3, 6, 9 ഇങ്ങനെയാണ് ഫസ്റ്റ് ടൈം പോകുന്നത് അല്ലേ. അതിൻ്റെ എന്ത് ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് നോക്കി നമുക്ക് അറിയാൻ സാധിക്കും ഇതൊരു AP ആ അല്ലേ. ഇത് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ 3 ആണ്, D എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ടേമുകൾ മാത്രം എടുത്താണ് 3, 6, 9 എക്സെട്ര പോകുന്നതിൻ്റെ എന്ത് ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എന്ത് ടേമിന് നമുക്ക് ഫോർമുല ഉണ്ട്, AP ആയതുകൊണ്ട് അതിന് ഫോർമുല ഉണ്ട്. എന്താ ഫോർമുല മക്കളെ? A പ്ലസ് n മൈനസ് 1 ഇൻറ്റു D, റൈറ്റ്. സോ A എന്ന് പറഞ്ഞാൽ 3 ആണ്, n മൈനസ് 1 ഇൻറ്റു 6 അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് അതിന് ആൻസർ ആവും. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 plus 6n minus 6, that is 6n. D is not equal to 6, D equal to 3 ആണ്, 6 അല്ല 3 ആണ്. അപ്പോൾ ഇത് 3 എന്ന് വരും. അപ്പോൾ ഇത് 3n minus 3 എന്ന് വരിക. അപ്പോൾ ഈ -3 + 3 ക്യാൻസൽ ആയി പോയിട്ട് 6n എന്ന് മാത്രം വരും. നമുക്കൊന്ന് നോക്കാം അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാരണം ഫസ്റ്റ് ടൈം അപ്പോൾ T എന്ന് പറയുന്നത് 3n നമുക്ക് കിട്ടിയേ 3n. അപ്പോൾ 3n ആണോ എങ്കിൽ നമുക്ക് കൊടുക്കുമ്പോൾ കിട്ടണ്ടേ, n കൊടുക്കുമ്പോൾ കിട്ടണ്ടേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 3n n-ന് 1 കൊടുത്താൽ 3 into 1 കറക്റ്റ് ആണ്. n-ന് 2 കൊടുത്താൽ 3 into 2 കറക്റ്റ് ആണ്. n-ന് 3 കൊടുത്താൽ 3 into 3 കറക്റ്റ് ആണ്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ Tn എന്നുള്ളത് 3n ആയി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സീക്വൻസ് ഉണ്ടല്ലോ, അടുത്ത സീക്വൻസ് നമുക്കൊന്ന് എടുക്കാം. എന്ന് പറഞ്ഞാൽ ഈ 8, 11, 14 അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഈ ടൈമേ ആയിട്ടുള്ളൂ, ഫസ്റ്റ് ടൈമേ ആയിട്ടുള്ളൂ, അടുത്തൊരു ടൈം ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അത് 8, 11, 14 പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം.
ഇപ്പോൾ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് നോക്കാം. ഇതും ഒരു എ പി ആണ് അല്ലെ. എ എന്ന് പറഞ്ഞാൽ 8 ആണ്, ഡി എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് പോകുന്ന ഒരു എ പി ആണ്. 8 + 3 11, 11 + 3 14 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതൊരു എ പി തന്നെയാണ്. എഗെയിൻ നമുക്ക് എ പിയുടെ nth ഫോമിൽ TNന്റെ, അതായത് നമുക്ക് വേണ്ടത് 8, 11, 14 അങ്ങനെ പോകുന്ന എ പിയുടെ ഈ nth ടേമാണ്. ഫോർമുല അപ്ലൈ ചെയ്യാം. a + n - 1 × d, that is 8 + n - 1 × 3. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ നമുക്ക് 8 + 3n - 3, that is 3n. 8 - 3 is +5, so 3n + 5 എന്ന് വരും. അപ്പോൾ ഇതിന്റെ അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 3n + 5 എന്ന്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. n ന് 1 കൊടുത്തോ, n 1 കൊടുക്കുമ്പോൾ 3 × 1, that is 3, 3 + 5 8, കറക്റ്റ്. n 2 കൊടുത്ത് 3 × 2 6, 6 + 5 11, കറക്റ്റ്. n 3 കൊടുത്തോ 3 × 3 9, 9 + 5 14, ഇറ്റ്സ് ഓൾസോ കറക്റ്റ്. സോ അപ്പോൾ അത് കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് TNന്റെ ഫോർമുല ആയി അല്ലെ, രണ്ട് ടൈമുമായി. TNന്റെ രണ്ട് ടൈമുമായി 3n ഉം 3n + 5, റൈറ്റ്? ഓക്കെ. സോ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സിഗ്മ TN = അപ്പോൾ ഇതൊക്കെ ഒന്ന് സൈഡിൽ മാറ്റി എഴുതിയാലും മതി. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിന് ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. എല്ലാം കൂടെ ഒറ്റ പേജിൽ കൊടുക്കാം. ഇതിന് 1 എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രം 1 നമുക്ക് Sn കണ്ടുപിടിക്കാം. Sn = ഇവിടെ ഒന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങ് പോകാം. So from 1, equation number 1 implies Sn = sigma Tn, that is sigma Tn നമ്മളിവിടെ പറഞ്ഞു 3n × 3n + 5. Okay, so that's equal to, that is the ബാക്കി നമുക്ക് അടുത്ത പ്രോബ്ലം പോലെ തന്നെയാണ്. 3 × 3n × 3n, that is 9n² plus 3n × 5, that is 15n, right? So that's equal to sigma common ആണ്. ഓരോന്നിനും സിഗ്മ കൊടുക്കാം. സിഗ്മ 9n² plus sigma 15n, right? Yeah, that's equal to 9 നമുക്ക് പുറത്തെടുത്തിട്ട് ഇതിന് sigma n² എന്ന് എഴുതാം, plus 15 × sigma n. Okay, 15 × sigma n. സിഗ്മ n² ഫോർമുല നമുക്കറിയാം. n × n + 1 × 2n + 1 / 6 എന്നാണ്, പ്ലസ് 15 സിഗ്മ n ഫോർമുല n × n + 1/2 എന്നാണ്. ഓക്കെ മക്കളെ, ഇതിൽ ഈ 9 ഉം 6 അങ്ങോട്ട് വെട്ടിക്കളയാം. 3 വരും, ഇത് 3 കൊണ്ട് വെട്ടുമ്പോൾ 3 വരും, ഇത് 2 വരും. ഇത് നമുക്ക് 15/2, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇനി നോക്കാം, ഇതിനകത്തൊരു 3 ഉണ്ട്, ഇതിനകത്തൊരു 3 കോമൺ ആണ്, /2 രണ്ടിനകത്തും കോമൺ ആണ്, n × n + 1 ഉം കോമൺ ആണ്. അപ്പോൾ നമുക്ക് ആ കോമൺ ടേംസ് എല്ലാം കൂടെ ഒന്ന് പുറത്തെടുക്കാം. ഓൾറെഡി 3/2 നമ്മൾ പറഞ്ഞു, പിന്നെ ഒരു n × n + 1. ഓക്കെ, 3 പോയി, n × n + 1/2 പോയിട്ട് ഇവിടെ 2n + 1 വരും, പ്ലസ് ഇവിടെ n × n + 1/2 പോകുന്ന 3 പോകുന്നിട്ട് പിന്നെ 5 വരും, right? So that's equal to 3/2 × n × n + 1 into 2n + 6 എന്ന് വരും. 5 + 1 6 എന്ന് വരും. That is 3n × n + 1 into ഇതിനകത്ത് നമുക്കൊരു 2 പുറത്തെടുത്താൽ n + 3 എന്ന് വരും, ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലെ. 2 ക്യാൻസൽ ആക്കി കളയാം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 3 × n × n + 1 × n + 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കുക മക്കളെ, നമ്മൾ ഇപ്പോൾ പോകുന്ന ആ ഒരു സീക്വൻസിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. 3 × 8 അല്ലെ, 3 × 8 plus then 6 × 11, 6 × 11 പ്ലസ് എക്സെട്ര, ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസിന്റെ സം ടു n ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സം ടു n ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ടൈം, ഇപ്പോൾ 10 ടൈമിന്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ 10 ടൈം എടുത്ത് മൾട്ടിപ്ലൈ എടുത്ത് നമ്മൾ 10 ടൈമിലെയും ടേംസുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ അത് ആഡ് ചെയ്യണം. അതൊരു ബിഗ് ടാസ്ക് ആണ് അല്ലേ. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് ബിഗ് ടാസ്ക് ഓഫ് കാൽക്കുലേഷൻ വി കൻ സിംപ്ലി യൂസ് ദിസ് ഫോർമുല. വിച്ച് ഫോർമുല?
the sum to n terms of this particular sequence is 3n into this one, 3n into 3n into n plus 1 into n plus 3. So if you simply put n is equal to 10 in that particular equation, then you will get the final answer itself. So 3 into 10 into 10 plus 1, that is 11, into 10 plus 3, that is 13. So 3 into 10 into 11 into 13, just the multiplication of three numbers will give the final answer. See the magic of mathematics, the beauty of mathematics. So just apply that formula, you will get the value. So that is the beauty of mathematics. Okay. So this is the particular type of questions that is familiar in your board examination. So be careful and be practice with this type of questions. Okay. Okay. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ്. ഇപ്പോൾ നമുക്ക് തോന്നും പ്രാക്ടീസ് ചെയ്യുക ഭയങ്കര പാടാണ് എന്നൊക്കെ. പക്ഷേ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. അബ്ദുൽ കലാം ഒരിക്കൽ പറയുകയുണ്ടായി, ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഡിമാൻഡ്സ് സ്ട്രെങ്ത്, whether it is to the top of Mount Everest or to the top of your career. Okay, that's exactly correct. Even though it seems to be difficult to practice, if you practice well with the more and more strength, then you can attain the top of your career. Means you can attain any level in your future career. Okay. സോ നമുക്കൊരു എത്ര വലിയ ഉയരങ്ങൾ കീഴടക്കണമെങ്കിലും നമുക്ക് നല്ല ശക്തി വേണം. അത് മൗണ്ട് എവറസ്റ്റ് കീഴടക്കണമെങ്കിലും വേണം, നമ്മുടെ ജീവിതത്തിന്റെ ഉയരങ്ങൾ കീഴടക്കണമെങ്കിലും നമുക്ക് വേണം. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ശക്തി ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് ലെവലിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാം, ആ സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരിശ്രമിക്കാം. അപ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. വിത്ത് മോർ പവർ ആൻഡ് മോർ സ്ട്രെങ്ത്, then you will be a twinkling star in the sky of your career. Okay, so for the time being, let us say goodbye, and we can see you in the next class with more and more problems. Okay, have a nice day.